ആമേൻ. സ്തോത്രം. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 2 തുടങ്ങിയിട്ട് 7 വരെയുള്ള വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്താനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെയും പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സ്വവർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. ആമേൻ. നമ്മള് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് പറയുന്നത്. ആമേ റെസ്റ്റിലേക്ക്. ഹല്ലേലൂയ. നമ്മൾ പ്രവേശിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മള് ആ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കണം. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഉയർപ്പിച്ച് ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരിക്കണം. പലപ്പോഴും നമുക്ക് അതിന് സാധിക്കുന്നില്ല. ഇവിടെ പറയുന്ന 2-ാം വാക്യം എന്തുകൊണ്ട് അത് സാധിക്കാഞ്ഞത്? ഒന്നാമത്തെ കാര്യം ആമേൻ വിശ്വസിക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. കേട്ട വചനം വിശ്വസിച്ചില്ല. അവിടെ അങ്ങനെയാ പറയുന്നേ, നാമും അവരെ പോലെ നാം ഒരു വർത്തമാനം കേട്ടവരാകുന്നെങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കാണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. അപ്പൊ അവര് കേട്ടത് അവര് വിശ്വസിച്ചില്ല. ഒരു വർത്തമാനം അവർ കേട്ടതാണ്. എന്താ വർത്തമാനം? അവർക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളൊരു വർത്തമാനം അവർ കേട്ടിട്ട് ആ കേട്ട വചനം അവർ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ വാക്തത്വം പ്ലസ് വിശ്വാസം കൂടി ചേരുമ്പോഴാണ് അത് അവകാശമാക്കാൻ പറ്റുള്ളൂ. വാക്തത്വം നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവകാശമാക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ വാക്തത്വത്തിൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്ന കാര്യം ഹല്ലേലൂയ. അവിടെ പറയുന്നത് കേട്ട വിശ്വാസമായി അവർക്ക് കേട്ട വചനം അവർക്ക് ഉപകാരമേ വന്നത്. വിശ്വസിച്ചവരെ നമ്മല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ലോകസ്ഥാപനത്തിങ്കിൽ പ്രവർത്തികൾ തീർന്നു പക്ഷെ അവർ എന്റെ സ്വസ്ഥയെ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ കോപത്തിൽ എന്ന് അരുളി ചെയ്തിരിക്കുന്നതല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തി നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞു. എന്റെ സ്വസ്ഥത അവർ പ്രവേശിക്കില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അത് പ്രവേശിപ്പാൻ ശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ട് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകരുത്. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഹൃദയം കഠിനമാക്കുന്ന മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അടുത്തൊരു കാരണമാണ് അനുസരണക്കേട് അല്ലെങ്കിൽ ഡിസൊബീഡിയൻസ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അനുസരണക്കേട് കാണിച്ചാലും പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ 2 കാര്യമാണ്. അവർക്ക് വിശ്വാസമില്ലായിരുന്നു പറഞ്ഞ കാര്യങ്ങളിൽ, അനുസരണക്കേട്, പിറുപിറുപ്പ്, ഹല്ലേലൂയ, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അനുസരണക്കേടുണ്ടെങ്കിൽ ഡിസബോഡിയൻസ് വന്നാൽ നമുക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ നമ്മുടെ കേൾക്കുന്ന വാക്തത്വങ്ങൾ നമുക്ക് അവകാശമാക്കി എടുക്കുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ, എന്റെ ഇഷ്ടമല്ല കർത്താവ് അങ്ങയുടെ ഇഷ്ടം, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നമ്മൾ പറയും, പക്ഷെ വിട്ടുകൊടുക്കുന്നുണ്ടോ?
പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുവാനായിട്ടൊക്കെ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മളെ ഇരുത്തിയേക്കുന്നത് എവിടെയാ? ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഇരുത്തി. പക്ഷെ നമ്മൾ നടക്കുന്ന എവിടെയാ? ജീവിക്കുന്ന എവിടെയാ? ഈ ലോകത്തിലാ ജീവിക്കുന്നത്. വിശുദ്ധനായ മനുഷ്യൻ ദൈവം നമ്മളെ അശുദ്ധമായ ലോകത്ത് നിന്ന് വിളിച്ച് വിശുദ്ധരാക്കിയിട്ട് ഈ അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുക. നമ്മൾ ഇവിടുന്ന് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി വിശുദ്ധീകരിച്ചിട്ട് അവൻ കൊണ്ടുപോയാൽ കുഴപ്പമില്ലായിരുന്നു. വിശുദ്ധന്മാരുടെ ഒരു പ്രത്യേക കൂട്ടത്തിനോ കൂടെ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, നമ്മളവിടെ വിശുദ്ധിയിലൊക്കെ ജീവിക്കും. പക്ഷെ നമ്മൾ ഈ അശുദ്ധി നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ദൈവം എന്തിനാ നമ്മളെ നിർത്തിയേക്കെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാനാണ് നിർത്തിയേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, അല്ലെങ്കിൽ നമ്മളെ മരിച്ചവരായി നമ്മളെ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാൽ മരിച്ചവരായ നമ്മളെ ദൈവത്തിന്റെ കരുണാസമ്പന്ന സ്നേഹത്താൽ നമ്മളെ ഉയർപ്പിച്ചു. എന്നിട്ട് ക്രിസ്തുവിനോട് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന പറയുന്ന സമയം തന്നെ നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിൽ നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ ജീവിക്കുന്നത്, നടക്കുന്നത് ഈ ലോകത്തിലാണ്. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും അനുസരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് പൂർണ്ണമായി നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ ശനിയാഴ്ച രാവിലെ നമുക്ക് പ്രാർത്ഥനയാണ്. ഇന്നലെ രാത്രിയിലെ തീരുമാനിച്ചു കാണും നമ്മൾ 3 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണം. 3 മണിക്ക് നമുക്ക് പ്രെയർ ഉണ്ട്. എഴുന്നേൽക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ജഡം പലപ്പോഴും നമ്മളെ ഉറക്കും. നമ്മൾ എഴുന്നേക്കാൻ നേരം ബ്രേക്ക് ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, 5 മിനിറ്റ് കിടക്കട്ടെ, അല്ലെ 10 മിനിറ്റ് കഴിയട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളെ പിടിച്ച് കിടക്കും, അല്ലേ? കാരണം എന്താ? നമ്മൾ ഈ ലോകത്തിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മുടെ ജഡത്തെ അനുവദിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ ഹിതമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 മണിന്ന് കേൾക്കുമ്പോൾ 2:55 എണ്ണിക്കും. എന്നിട്ട് ഇടയെ കൃത്യമായി 3 മണിക്ക് ജോയിൻ ചെയ്യും. ഞാനിവിടെ 2:52 അലാം വെക്കും. എന്നിട്ട് അടിച്ചു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൂം ഓണാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ കയറി കിടക്കും. അല്ലേ? കാരണം ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കാൻ റെഡിയാകുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ആ കിടപ്പ് കിടന്നുറങ്ങിപ്പോകും. ഹല്ലേലൂയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ ഹല്ലേലൂയ ആ ഉറക്കത്തിന്റെ സുഖത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ നമ്മൾ ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറക്കം ഒന്നൊരു വിഷയമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ട, പരിശുദ്ധാത്മ എപ്പോഴും ചെയ്യുന്ന ദൈവ ഇഷ്ടം ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ പോലെ ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആ റെസ്റ്റിലേക്ക് ഹല്ലേലൂയ കടക്കാൻ കഴിയാത്തത് ഹല്ലേലൂയ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, 2 നമ്മുടെ അനുസരണക്കേട്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നമ്മുടെ പുറപ്പാട് പുസ്തകം 1-2 അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെ ആരാധിക്കാനായിട്ട്, ദൈവജനത്തെ വിട്ടയക്കാനായിട്ട് ഹല്ലേലൂയ ഫറവോനോട് പറയാനെ മോശനെ ദൈവം ഏർപ്പെടുത്തുന്നു, അല്ലേ? ഫറവോൻ പോയി പറയുമ്പം മോശ പോയി പറയുമ്പോൾ ഫറവോൻ വിട്ടു തരത്തില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾ ഇവിടെ ആരാധിച്ചു, ഇവിടുന്ന് വരെ കൂട്ടിക്കൊണ്ട് 3 ദിവസത്തെ വഴിദൂരം നടന്ന് മരുഭൂമിയിൽ പോയി പിന്നെ പർവ്വതത്തിൽ കയറി ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ച പോരാ, ഇവിടെ ആരാധിച്ചു. എന്താ പറയുന്നേ? നിങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങളുടെ ഇടയിലല്ലേ നിൽക്കുന്നേ, ഞങ്ങളുടെ ഇടയിൽ ലോകത്തിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പറയും ഹല്ലേലൂയ
അധിക ദൂരമൊന്നും പോകണ്ട. അപ്പൊ അധിക ദൂരമൊന്നും പോകാതെ പോയിട്ട് ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തെ ഓപ്ഷനാ. അപ്പൊ എന്താ വെച്ചാ ഹല്ലേലൂയ. നിങ്ങൾ വലിയ എന്താ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട, അന്ന് അധികമാകണ്ട, ആവശ്യത്തിനൊക്കെ മതി. അപ്പൊ എന്നെയൊക്കെ നോക്കിയിട്ട് പലരും പറയുന്നുണ്ട് ഇത് ഇച്ചിരി കൂടുതലാ. എന്താ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പോക്ക് ഹാലയിൽ ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ്. കാരണം ഇത്രയൊന്നും ആവശ്യമില്ല. എന്തിനാ ഇത്രയൊക്കെ? എല്ലാരും പ്രാർത്ഥിക്കും, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഇത്ര വ്യത്യാസം എന്താ? എന്തിനാ ഇത്ര ഒച്ച? എന്തിനാ ഇത്ര ബഹളം? എന്തിനാ ഇത്ര സമയം? എന്തിനാ ഈ കാറി പോകുന്നത്? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാ ഇത്രയൊക്കെ ആവശ്യമൊന്നുമില്ല, അധികം ദൂരമൊന്നും പോണ്ട, ഹല്ലേലൂയ. പക്ഷേ എന്താ അവിടെ എല്ലാം മോശ പറയുന്നത് എന്താ? ദൈവം പറയുന്നത് എന്താ? ഇവിടെ നിന്ന് ഇത്ര വഴി ദൂരം പോയി ആമി അവര് കുടുംബമായി കുഞ്ഞുകുട്ടി സഹിതം എല്ലാവരും പോയിട്ട് ആരാധിക്കുന്ന വെച്ചാൽ വേർപെട്ട് ഹാലേലിയ ഒരു വേർപാട് അവിടെ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായും പറയുന്നു. ഹാലേലൂയ. അവിടെയൊക്കെ പറയുന്നത് ദൈവത്തെ നമ്മൾ ആഴത്തിൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെ കുറിച്ച് അറിയാം. നമ്മൾ ദൈവത്തെ കുറിച്ച് ആഴത്തിൽ അറിയണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് നിന്നുകൊണ്ടോ അധിക ദൂരം പോകാതെ നിന്നുകൊണ്ടോ ദൈവത്തെ ആരാധിച്ചാൽ അത് സാധിക്കുകയില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ദൈവത്തെ നമ്മൾ ആരാധിക്കാനൊക്കെ പോയി ആഴത്തിലൊക്കെ അറിയാൻ ശ്രമിക്കുന്ന നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളൊന്ന് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ചോദ്യം എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ ആൾക്കാർ ഒരു എന്താ പറയാ, ഒരു ഉദാഹരണമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്നോട് നൂലെ കെട്ടി ഇറക്കി തരുമോ? ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. നേരിട്ട് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവിടെ വീട് അടച്ച് കയറിയിരുന്നാൽ നിങ്ങൾ എപ്പോഴും ദൈവമേ വിളിച്ച് നിങ്ങൾക്ക് നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ഞാൻ പറയും, എന്റെ ദൈവം നൂല് പോലും വേണ്ട ദൈവത്തിന് തരാൻ വേണ്ടി. പലപ്പോഴും നൂലെ കെട്ടി ഇറക്കി തരുമോ അല്ലെങ്കിൽ ദൈവം കൊണ്ടു തരുന്നത്? ഞാൻ പറയും, ദൈവത്തിന് നമ്മൾക്ക് വേണ്ടി തരാൻ വേണ്ടി നൂലിന്റെ പോലെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ദൈവം ഇറക്കി തന്നിട്ടുണ്ട്. ഹാലേലിയ. ഒരുപാട് തവണ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് ആഴത്തിൽ അറിയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഹാലേലിയ അവിടെ പ്രശ്നങ്ങൾ കുറയുമെന്നല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്, നമ്മുടെ പ്രോബ്ലംസ് കൂടെ തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ദൈവം തന്നെ അനുവദിച്ചു കൊടുക്കുന്നത്. എന്തിനാണ്? ദൈവത്തെ ഒന്ന് ആഴത്തിൽ രുചിച്ചറിയാൻ വേണ്ടിയിട്ട്, ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം ആരാണ് നമ്മൾ അറിയണമെങ്കിൽ, ആഴത്തിൽ ദൈവത്തെ രുചിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ ദൈവത്തോട് അടുത്ത് വരണം. കാരാമ സിസ്റ്ററുടെ ജീവിതത്തില് ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞത് എല്ലാ സുഖത്തിലും സന്തോഷത്തിലും എല്ലാ തൃപ്തിയിലും എല്ലാം നിന്നപ്പോഴാണോ, അതോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണോ? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് കൂടുതൽ അടുത്ത് വന്നേക്കുന്നത് എല്ലാ സമൃദ്ധിയായ നമ്മളെല്ലാ കാര്യങ്ങളും കംഫർട്ട് സോണിലായിരുന്നപ്പോഴാണോ, നമ്മുടെയൊക്കെ കംഫർട്ട് സോൺ ഒന്ന് ദൈവം പൊളിച്ചപ്പോഴാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ആരുടെ അനക്കമൊന്നുമില്ല, ചലനമൊന്നുമില്ല. കംഫർട്ട് സോൺ പൊളിച്ചപ്പോഴും. കംഫർട്ട് സോൺ പൊളിച്ചപ്പോഴാണല്ലേ? ഹല്ലേലൂയ. അപ്പൊ കംഫർട്ട് സോൺ പൊളിയപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? പലരും ചിന്ത ഇവരുടെ ജീവിതത്തിൽ എന്തോ കുറവുള്ളത് കൊണ്ടാ, എന്തോ പാപം ഉള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തോ പോരായ്മ ഉള്ളത് കൊണ്ടാ ഈ കഷ്ടതയെ കൂടെയും ഈ പ്രശ്നത്തെ കൂടെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ദൈവം നമ്മളെ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ ദൈവം പൊളിക്കുന്നത് നമ്മൾ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴാണ്. വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഉൽപ്പത്തിയോടെ വെളിപ്പാട് വരെ പരിശോധിക്കണം, വെളിപ്പാടിൽ പോലും നമ്മൾ കാണുന്ന യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചൊക്കെ ന്യായവിധിയൊക്കെ ഇതിനെ കുറിച്ചെല്ലാം വെളിപ്പാട് പുസ്തകം എഴുതാൻ ഉണ്ടായ സാഹചര്യം എവിടെയാന്ന് ചോദിച്ചാൽ നാട് കടത്തപ്പെടുക.
പത്മോസിന്റെ ഏകാന്തതയിലേക്ക്, ഇരുട്ടിലേക്ക്, ഹല്ലേലൂയ, ആമേ, അവിടേക്ക് നാട്ടുകടത്തപ്പെട്ട്, വധശിക്ഷ, ആമേ, കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കൊണ്ടുവിടാം, എങ്ങനെയാലും ചത്തോട്ടെ, ഹാലയില, ആമേ, പാമ്പ് കടിച്ച വിഷജന്തുക്കളോ കാരണമോ, ആമേ, കഴുകനോ, ഹാലയില, അങ്ങനെ എന്തെങ്കിലും അവിടെ പോയി ആരും ഇന്നുവരെ ജീവനോട് തിരിച്ചു വന്ന് ചരിത്രമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഹാലയില നാട് കടത്തപ്പെട്ട ആ ഏകാന്തതയിലാണ്, ആ ഒറ്റപ്പെടലിലാണ്, ആ ഇരുട്ടിന്റെ അനുഭവത്തിലാണ് ഹാലേലിയ, ആമേ, ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കുന്ന ഹാലേലിയ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ഹാലേലൂയ. അപ്പം ഇത് ആമേ വെളിപ്പാട് പുസ്തകം എഴുതാൻ അതിൽ നിന്ന് അവിടെ നിന്ന് പ്രാപിച്ചത് ആമേ ആ ഹാലേലിയ, ആ ഇരുട്ടിന്റെ അനുഭവം തന്നെയാണ് അതിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഹാലേലിയ വേദപുസ്തകം പരിശോധിച്ച് ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ എടുത്തു നോക്കി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഹാലേലിയ, ആമേ, സുഖത്തിലും സന്തോഷത്തിലും ഹാലേലിയ, ആമേ, അവർ നിന്ന അവസ്ഥയിലല്ല അവർ ദൈവത്തെ കൂടുതൽ ആഴമായിട്ട് അറിഞ്ഞത്, അവരുടെ കംഫർട്ട് സോൺ പൊളിയപ്പെട്ടത് അവിടെയല്ല. ഹാലേലിയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പറയാണ് ഹാലേലിയ, നിങ്ങൾ ആരെങ്കിലും ശബ്ദം കേൾക്കും, ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു കുഴപ്പമില്ല, വി ആർ സേഫ്, ദൈവം ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ എല്ലായിടത്തും സമൃദ്ധിയായിട്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹാലേലിയ, നമ്മൾ ഹാലേലിയ കംഫർട്ട് സോണിൽ ആണെന്ന് പറയുമ്പോൾ നമ്മളുമായി ദൈവവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല, ആഴത്തിൽ ദൈവത്തെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഹാലേലൂയ. ആഴത്തിൽ നമ്മൾ ദൈവത്തെ അറിയണം, ഹാലേലൂയ. കാരണം നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരാകുന്നില്ല, ദൈവമായിട്ട് ആഴമായ ഫെലോഷിപ്പ് ഉണ്ടാകുന്നില്ല, ഹാലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന് ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം നമുക്ക് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് കേൾക്കണ്ട, മോശ കേട്ടിട്ട് എന്നോട് ഇനി പറഞ്ഞാൽ മതി, അങ്ങനെയല്ലേ അവര് പറഞ്ഞേ, ഞങ്ങൾക്ക് കേൾക്കണ്ട, അത് കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല, മോശ പോയി കേട്ടോ എന്നിട്ടുള്ളത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇത് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് കേട്ടിട്ട് നമ്മളോടൊന്ന് പറ. ഒരു വിഷയം ഉണ്ടായിരുന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പറയണേ, എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം എന്താ, ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല, നമ്മള് ദൈവസന്നിധി ഇരിക്കാനും നമുക്ക് ഇഷ്ടമല്ല. ദൈവദാസൻ പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ ഇരുന്നാലും വലിയ കുറുക്ക് വഴിയാ, ദൈവശബ്ദം കേൾക്കാൻ നിൽക്കത്തില്ല. കർത്താവെ ഒന്ന് സംസാരിച്ചേക്കണേന്ന് പറഞ്ഞ് ബൈബിൾ എടുക്കും, അടച്ചു പിടിക്കും, പ്രാർത്ഥിക്കും, ഒരു പേജ് നിവർത്തി എന്നിട്ട് വായിക്കും, ആ ദൈവം സംസാരിച്ചു എന്ന് പറയും. ഹല്ലേലൂയ. ഇതാണ് പലരും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുക തന്നെ ചെയ്യണം. ഹാലേലൂയ. ദൈവത്തോട് ഹാലേലൂയ, ആമേ, നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, ആമേ, ഇസ്രായേൽ ജനം പറഞ്ഞ പോലെ മോശയോട് പോയി കേട്ടിട്ട് വാന്ന് പറഞ്ഞ പോലെ എന്നും നമ്മൾ നല്ലവരെയും കൊണ്ട് കേൾപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഹാലേലൂയ, നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല. അപ്പൊ ദൈവം സംസാരിക്കുന്ന ആമേ ദൈവത്തിന്റെ ശബ്ദം, ഞാൻ പറയും ഇപ്പോഴും ഞാൻ പറയാം, നമ്മളിപ്പം ഞാൻ ഇപ്പൊ എപ്പോഴും സാറാമസ്റ്റർ തന്നെ വിളിക്കുന്ന വെച്ചാൽ സാറാമസ്റ്ററാണ് ക്യാമറയൊക്കെ ഓണാക്കി ഇരിക്കുന്ന ആൾ, അതുകൊണ്ടാണ് ഞാൻ സാറാമസ്റ്റർ പേര് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ലെ, അതുകൊണ്ട് സാറാമസ്റ്ററെ ആണ് ഞാൻ സ്നേഹത്തോട് സൗമ്യതയോടുകൂടി ഹാലയിലെ സംസാരിക്കുന്ന, ദേഷ്യത്തോട് സംസാരിക്കുന്ന, എന്തെങ്കിലും ഓർഡർ പോലെ നമ്മൾ എല്ലാത്തിനും ശബ്ദത്തിന് വ്യത്യാസമുണ്ടാവും, സൗണ്ട് മോഡുലേഷൻ ഉണ്ടാവും. നമ്മൾ പറയുന്നത് ശബ്ദത്തിന് വ്യത്യസ്തത ഉണ്ടാവും. ഇത് ഞാൻ നേരിട്ട് സാറാമസ്റ്റർ സംസാരിച്ചത് സാറാമസ്റ്റർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മിനിസിസ്റ്റർ ഇച്ചിരി ദേഷ്യത്തില, അല്ലെ മിനിസിസ്റ്റർ ഭയങ്കര സ്നേഹത്തിലാണ്, അല്ലേ. ഇത് ഞാൻ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞിട്ട് അവർ വന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു എഫക്റ്റ് അതിനകത്ത് ലഭിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ നേരിട്ട് കേൾക്കണം, ദൈവം സംസാരിക്കാൻ നേരിട്ട് അറിയണമെന്ന് പറയുന്നതിനെ ദൈവം എന്താണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ആരോ പറഞ്ഞു കേട്ട ദൈവത്തെ അറിയുന്നത്. പലപ്പോഴും ചില ആൾക്കാർ പറയും ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഭയങ്കര ശബ്ദത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ അവരുമായിട്ടുള്ള അനുഭവത്തിൽ അവരോട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ദൈവം സംസാരിച്ചു. ചിലർ പറയും ഭയങ്കര മൃദുസ്വരത്തിലാണ് ദൈവം സംസാരിക്കുന്ന പറയും. അത് അവരോടുള്ള അനുഭവത്തിൽ ദൈവം സംസാരിക്കുക എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളോട് എങ്ങനെ സംസാരിക്കും നമ്മൾ അറിയണ്ടേ? ദൈവശബ്ദം എങ്ങനെയാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയണ്ടേ? ആരാ നമ്മുടെ ദൈവം? ആരാ? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അമ്മയെ നമ്മുടെ സ്വന്തം അപ്പനാണെങ്കിൽ അപ്പന്റെ ശബ്ദം മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വല്ലോരും പറഞ്ഞു കേട്ടൊരു അറിവ് നമുക്കുള്ളെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഈ ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ അടുത്ത് ചെല്ലാം. ദൈവത്തോട് കൂടെ അടുത്ത് ചെല്ലാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മുടെ കംഫർട്ട് സോണൊക്കെ പൊളിക്കുന്ന ഏപ്രിൽ 4 11 തുടങ്ങി 16 വരെ വായിച്ച സിസ്റ്റർ നേരത്തെ വായിച്ചിട്ട് 11 തുടങ്ങി 16 വരെ. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ
സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണിനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തരം വീഴാതിരിക്കണം. നാം ആ സ്വസ്ഥയെ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. അപ്പൊ നമ്മൾ വീഴാതിരിക്കേണ്ടതിന് ഉത്സാഹിക്കുക. അല്ലെ സാറ ഇംഗ്ലീഷ് കൂടെ ഉള്ള ബൈബിളാണോ വായിക്കുന്നത്? അന്ന് വായിച്ചേ. ആ 11 വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. Let us therefore give diligence to enter into that rest, lest anyone fall after the same example of disobedience. ആമേ. അവിടെ പറയുന്ന ഡിലിജന്റ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. ചില ഇതിനകത്ത് ലേബർ ടു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉത്സാഹിക്കാന്ന് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് അല്ലയാ. അപ്പൊ ലേബർ ടു എൻ്റർ ഇൻ ടു ദ ഹാലിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിലിജന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാല്ലേ, ഭയങ്കര ശ്രദ്ധയോട് ഹാലേലിയ നമ്മൾ ഭയങ്കര ഹാലേലിയ അതിൽ തന്നെ ഉറച്ച് ഹാലേലിയ വളരെ ഇതായിട്ട് നമ്മൾ ഹാലിൽ നോക്കണ്ടേ. ഇവിടെ ഉത്സാഹിക്കാന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അത്ര സീരിയസ്, എസ്പെഷ്യലി നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഉത്സാഹിക്കാന്ന് മാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം, അതുകൊണ്ട് പണിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഭയങ്കര തീഷ്ണതയോടെ ആയിരിക്കണം. ഹാലേലിയ. അപ്പൊ അങ്ങനെ നമ്മൾ വീഴാതിരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി ഉത്സാഹിക്കണം. ഹാലേ. 2, ദൈവത്തിന്റെ വഴി അന്വേഷിക്കുക. ദൈവത്തിന്റെ വഴി ഹാലേ അനുസരണക്കേട് സൃഷ്ടി വീഴാതിരിക്കുന്ന ആ സ്വസ്ഥയെ പ്രവേശിച്ച് ഉത്സാഹിക്കുക. അപ്പൊ ദൈവത്തിന്റെ വഴി ഹാലേ അന്വേഷിക്കുക. എന്നിട്ട് ദൈവവചനത്തിന്റെ ബലം വേണം. അപ്പൊ ദൈവത്തിന്റെ വഴി നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് അറിഞ്ഞിട്ട് ഹാലേ നമ്മൾ സ്വസ്ഥതയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അല്ലെ നമ്മുടെ ഒരു യാത്രയിലായിരിക്കുമ്പോൾ വഴി അറിഞ്ഞ് അതിൽ ഉത്സാഹത്തോടു കൂടി ദൈവവചനത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ട്, അല്ല ദൈവവചനത്തിൽ ദൈവം വചനം നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചില്ല എങ്കിൽ ദൈവവചനം ഒരിക്കലും നമ്മൾ എക്യുപ്പ് ചെയ്യില്ല. അല്ലെ അവിടെ ഇവിടുന്ന് കേട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഈ വചനം നമുക്ക് ഉപകാരമാകത്തില്ല. അപ്പൊ ദൈവവചനം ആഴത്തിൽ നമ്മൾ, അതുകൊണ്ട് ഇവിടെ പറയുന്ന ഹാലേലിയ നമ്മളിവിടെ പറയുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായത്തിൽ ഏത് വാളിനേക്കാളും മൂർച്ചയേറും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെ വേർപെടുവിക്ക് തുളച്ചു കയറിച്ചില്ല ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലം അവന്റെ കണ്ണ് നഗ്നവും മലർന്ന് കിടക്കുന്നു. അവനുമായിട്ട് നമുക്ക് ആ ദൈവം വചനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ ബാഹാലിൽ എങ്ങനെയാ ഇരുവായത്തുള്ള വാളാകുന്നത്, എങ്ങനെയാ പ്രാണനെ ആത്മാവിനെ സതി മച്ചകളെ വരെ തുളച്ചു കയറി ചെല്ലും, വേർപെടുവിക്ക് വരെ തുളച്ചു കയറി ചെല്ലുന്നത്. അത് ഈ വചനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കും. എങ്ങനെയാ ഞാൻ പറഞ്ഞു ഹാലില്. കാരണം ഇവിടെ പറയുന്ന നമ്മുടെ അവിടെ പറഞ്ഞ നമ്മുടെ ഹാലിലെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കും. ഇത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം തോന്നുകയാണ്. ഈ ആഗ്രഹമായിരുന്നാൽ ഒരിക്കലും അത് ഹാലേലിയ ആ പ്രവർത്തി പദത്തിലേക്ക് പാപത്തിലേക്ക് പോകത്തില്ല. ഹൃദയത്തിൽ ചിന്തിച്ചാൽ തന്നെ പാവമാണ് ദൈവവചനം, പക്ഷെ അത് ഒരു പ്രാക്ടിക്കലിലേക്ക് വരത്തില്ല. അപ്പം നമ്മുടെ നേരെ പറഞ്ഞ കണക്ക്, ഫോർ എക്സാമ്പിൾ എനിക്ക് കള്ളു കുടിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളി വന്നു. എന്റെ ആഗ്രഹം ഉള്ളി വന്നാൽ ഒരിക്കലും കള്ളു വയറ്റിലേക്ക് ചെല്ലത്തില്ല. അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. ഹാലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായ ഒരു കാര്യം ചെയ്യണം ആഗ്രഹം ഉള്ളി വന്നപ്പം ഞാൻ എന്ത് ചെയ്യും? എന്റെ ഹൃദയം എന്ത് ചെയ്യുന്ന, അല്ല എന്റെ മനസ്സ് എന്ത് ചെയ്യല്ല, ദേഹി എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ദേഹത്തെ കൂട്ടുപിടിക്കും. നമുക്കൊരു ശരീരം വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. ഹാലേലൂയ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണം, ദുരാത്മാവിന് പ്രവർത്തിക്കണം. നമ്മുടെ ശരീരം കൂടിയ ദൈവത്തെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ
ഇതെല്ലാം ദേഹിയുടെ ആഗ്രഹങ്ങളെയൊക്കെ പ്രവർത്തിക്കാൻ ദേഹത്തിന്റെ കൂട്ടുവേണം. ഈ ദേഹവും ദേഹിയും കൂടെ ചേരുമ്പോഴാണ് ഇതൊരു പ്രവൃത്തിയായി മാറുന്നത്. ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിൽക്കാൻ ആഗ്രഹിക്കുക. അല്ലെ നമ്മുടെ പരിശുദ്ധാത്മ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പം ദേഹിയും ദേഹവും സെപ്പറേറ്റ് ആണ്. ഇതെപ്പോഴും ജഡം എന്ന് പറയുന്നത് ദേഹിയും ദേഹം കൂടെ ചേരുമ്പോൾ ജഡം. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ ഇത്രയും വിശദമായി പറയാം. നമ്മുടെ ഇതിൽ കേൾക്കാത്തതും കേൾക്കാത്തതും ഇതറിയാത്തതും അനേകം നമ്മുടെ മെസ്സേജ് കേൾക്കാറ്. അതുകൊണ്ട് ഇത്ര എക്സ്പ്ലെയിൻ നമ്മുടെ കുരുക്കളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ട്. അപ്പം ദേഹിയും ദേഹവും കൂടെ ചേരുന്ന ഭാഗമാണ് ജഡം എന്ന് പറയുന്നത്. ഈ ജഡം എപ്പോഴും ആത്മാവിന് വിരോധമാണ്. ആത്മാവ് എപ്പോഴും ജഡത്തിന് വിരോധമാണ്. അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം ദൈവേഷ്ടം ചെയ്യാനാ, ജഡത്തിന്റെ ഇഷ്ടം അതിന് ഓപ്പോസിറ്റ് ചെയ്യാനാ. അപ്പൊ ഇവർ രണ്ടുപേരുടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രവൃത്തി നടക്കും. ആ പ്രവൃത്തി എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമാണ്, ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമാണ്, നമ്മൾ വക്തത്തിലേക്ക് പോകുന്ന വിരോധമാണ്. നമുക്ക് ഒരിക്കലും സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ, റെസ്റ്റിലേക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ വചനം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇഷ്ടം ഇങ്ങനെ ഹൃദയത്തിലേക്ക് വരുമ്പം ജഡത്തോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കാതെ വചനം ഇടയിൽ കയറും. നമ്മൾ വചനമുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്താണ്, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നൊരു വചനം എൻ്റെ ഇടയിൽ കയറും, അങ്ങോട്ട് കയറും. ഹല്ലേലൂയ. അപ്പൊ എന്താ, ഇതിനെ രണ്ടിനെയും വേർപെടുവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇത് വേർപെടുവിക്കുമ്പോ ഇവരുടെ രണ്ടുപേരുടെ ഇതിന്റെ ദേഹത്തിന്റെ ദേഹിയുടെ ആഗ്രഹം, ദേഹത്തിന്റെ കൂട്ടുപിടിച്ച തീരുമാനം നടക്കത്തില്ല. അങ്ങനെയാണ് വചനം ഇരുവായത്തുള്ള ആയി അതിനെ വേർപെടുവിക്കും വരെ തുളച്ച് കയറി ചെല്ലുന്ന എങ്ങനെ. അപ്പൊ ഇത് സ്പ്ലിറ്റ് ആയി പോയപ്പം ഇതിന് ഒരു പ്രാക്ടിക്കൽ എഫക്റ്റ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ എക്വിപ്പ് ആകണം എന്ന് പറയാം. കാരണം ദൈവവചനം ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കണം. ശരിയായ രീതിയിൽ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഉപകാരമായി വരണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ തെറ്റിലേക്ക് പോയതിന് ശേഷമായിരിക്കും ഇരുന്ന് ആലോചിക്കുന്നത്, അയ്യോ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നില്ല. എപ്പോഴാവശ്യമുള്ള സമയത്ത് ഇത് ഉപകാരമേ വരുത്തില്ല. അത് ശരിയായ രീതി നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ, ഓരോ സാഹചര്യത്തിലും നമ്മളെ ഈ വചനം നമ്മളെ രക്ഷിക്കും, വചനം നമ്മളെ വിടുവിക്കും. വചനം നമ്മളെ എക്വിപ്പ് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ എക്വിപ്പിച്ചാകുന്ന നമുക്ക് ദൈവത്തിന്റെ ആ സ്വസ്ഥതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇവിടെ പറയുന്ന അപ്പം വചനത്തെ നമുക്ക് നമ്മൾ അതുപോലെ ദൈവത്തിന്റെ വചനം അത് ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തനം വരുമ്പോ തന്നെ അതിനെ വിവേചിക്കും. ഇത് നല്ല ചിന്തയാണോ, ദുഷ്ടചിന്തയാണോ, ഇത് ദൈവിക ചിന്തയാണോ, മാനുഷിക ചിന്തയാണോ, ജഡീകമാണോ, ഇതിനെക്കുറിച്ചൊക്കെ വിവേചിക്കാനായിട്ട് വചനത്തിന് കഴിയും. ഇത് വിവേചിച്ചിട്ട് നമുക്കൊരു ബോധ്യം തരും, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് പോകരുത്, ഇത് ചെയ്യരുത്. ഇതാരാ? വചനം കൊണ്ടാണ് നമ്മൾ വിവേചിക്കുന്നത്. പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ ബുദ്ധി വെച്ച് ആലോചന പറഞ്ഞു. പരിശുദ്ധാത്മ വെറുതെ പറയില്ല, നമ്മളെ വചനം എടുത്ത് കാണിച്ചുകൊണ്ട്, വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ഹല്ലേലൂയ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് മിസ്റ്റർ ഗവൺമെന്റ് നമ്മളെ ഒരു സഹോദരനുമായിട്ട് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിലേക്ക് അവരുടെ ഒരു ഹോട്ടൽ റിസോർട്ട് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പം, അത് ആക്കണമെങ്കിൽ അതിനകത്തൊരു ബാർ വേണം. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആ 5 സ്റ്റാർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബാർ അതിനുള്ളിൽ അതുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ അത് ആലോചനയായിട്ട് അറിയിച്ച് ആമേൻ, അവിടെ ഒരു ബാർ വെച്ചിട്ട് 5 സ്റ്റാർ കിട്ടണ്ട. ബാർ ഒരിക്കലും തുടങ്ങാൻ പാടില്ല. കാരണം ദൈവമക്കൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ലോകക്കാര് ചെയ്യുന്ന പോലെ ലോകപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യേണ്ടേ. ദൈവമക്കൾ എവിടെ എന്ത് ചെയ്യുമ്പോൾ ദൈവം ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ചെയ്യത്തില്ല എന്ന് തീരുമാനം എടുക്കണം. സാധാരണക്കാരെ ആൾക്കാർ ലോകക്കാര് അവർ നോക്കിയിട്ട് പറയും, നീ മണ്ടരാ, നിനക്ക് എന്താ ഇത് ഇത്രയും കാശ്, ഇതില്ലെങ്കിൽ പിന്നെ നിനക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം, എങ്ങനെ ഫോറിനേഴ്സ്, എങ്ങനെ മറ്റവർ മറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ചാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തതെങ്കിൽ അവരുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു നന്മ ദൈവം ഒരുക്കും നമുക്ക്. ഹല്ലേലൂയ. അത് ഓരോ തീരുമാനങ്ങളും അങ്ങനെ. നമുക്കിത് വേണ്ട, ഈ ഒരു ബന്ധം വേണ്ട, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ഈ ഒരു നന്മ വേണ്ട, ഇവര് തന്നാൽ ഞാനത് വാങ്ങത്തില്ല, കാരണം ദൈവഹിതമായി സമ്പാദിച്ച കാശല്ലാത്തതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി മറ്റൊരു പ്രൊവിഷൻ ഒരുക്കും.
ഹാലയില്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് എന്താണോ വേണ്ടെന്ന് വെക്കുന്നത് അതിനനുസരിച്ച് ദൈവം നമുക്ക് ഹാലയില് പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. ഫലം ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ പക്ഷെ സമയമൊക്കെ എടുക്കുക. അപ്പൊ പിന്നെ ചിന്തകൾ വരും, ഹാലയില്ല നമ്മൾ തെറ്റായിപ്പോ ശരിയായിപ്പോ. ഇല്ല, ഒരിക്കലും ദൈവവചനത്തെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരിക്കലും തെറ്റാകത്തില്ല, ശരിയായി തന്നെയായിരിക്കും. ഹാലയില്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കാൻ? ദൈവമേ, എനിക്ക് നിന്നെ അറിയേണ്ടത് പോലെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെ അറിയണം? ദൈവത്തെ അറിയേണ്ടത് പോലെ ഒന്ന് അറിയണം എനിക്ക്. അതിനുവേണ്ടി എന്താ ചെയ്യണം? ദൈവമേ, നീ ഇങ്ങോട്ടൊന്ന് വരണേ, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ എന്നല്ല, എന്റെ ഈ കംഫർട്ട് സോൺ ഒന്ന് പൊളിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് എവിടെയൊക്കെ ഞാൻ ഹാലയിൽ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് പൊളിയാത്തത് കൊണ്ട് എനിക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല വേണ്ട പോലെ. ദൈവം നമ്മളെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചാ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തുദ്ദേശത്തിന്? കമ്മ്യൂണിയന് വേണ്ടിയിട്ടാണ്, ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. അല്ലേ? ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ അവയാക്കിയിട്ട് എല്ലാ ദിവസവും വെയിലാകുമ്പോൾ ദൈവം ഇറങ്ങി വരുമായിരുന്നു അവരുടെ അടുക്കിലേക്ക്. എന്താ? അവരുമായിട്ടുള്ള ഫെലോഷിപ്പ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ദൈവം നമ്മളെ ആക്കി വെച്ചേക്കുന്നത് എന്തിനാ? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുക, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാ ഞാൻ അകത്തേക്ക് വരും, ഓരോടുകൂടി ഞാൻ അത്താഴം കഴിക്കും. അല്ലേ? അപ്പൊ എന്താ? നമ്മളും ദൈവമായിട്ട് കമ്മ്യൂണിയൻ ഉണ്ടാകണം. സഭയെ ദൈവം ആക്കി വെച്ചേക്ക് എന്തിനാ? സഭ എങ്ങനെയാ? അവര് കൂട്ടായ്മയെ ആചരിച്ച് അപ്പം നുറുക്കി അല്ലെ, ഒരുമിച്ച്. എന്താ സഭ എന്താ ചെയ്തത്? സഭയുടെ ഉദ്ദേശം എന്താ? ഫെലോഷിപ്പാണ്, കമ്മ്യൂണിയൻ ആണ് സഭയുടെ ഉദ്ദേശം. എന്നാലല്ലേ ഞാൻ പറയും, ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മളെല്ലാം. ഈ അവയവങ്ങളെല്ലാം 4 വഴിക്കിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന്റെ പർപ്പസ് നടക്കുമോ? ഇല്ല. അവിടെ എല്ലാം കമ്മ്യൂണിയൻ ഉണ്ടാണ്, ഫെലോഷിപ്പ് ഉണ്ടാണ്. അതുപോലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. നമ്മൾ അത് കർത്താവുമായിട്ട് എപ്പോഴും ആ കമ്മ്യൂണിയനിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക് വരണം. അത് നമുക്ക് എന്താ തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ദൈവസന്നിധിയിലേക്ക് എത്തണം. അടുത്ത് പറയുന്നത് 14-ാം വാക്യം തുടങ്ങുക. ആകയാൽ ദൈവപുത്രൻ യേശു ആകാശത്തിൽ കടന്നു വരും ശ്രേഷ്ഠ മഹാപുരം നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്നിട്ട് പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യ പരീക്ഷിക്കപ്പെട്ടവൻ അത്രയേ നമുക്കുള്ളൂ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തെ കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. അപ്പൊ നമുക്കുള്ള മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് എന്താ? ആ മഹാപുരോഹിതൻ നമ്മുടെ വിഷയങ്ങൾ മനസ്സിലാകാത്ത മഹാപുരോഹിതൻ അല്ല. നമ്മളെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കാരണം പാപമൊഴി സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജോണി എറിക്സ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുള്ള് പാരലൈസ്ഡ് ആയി കിടന്ന സമയത്ത് അവരൊരിക്കൽ പറയുന്നുണ്ടായിരുന്നു, കർത്താവിനോട് പറഞ്ഞ് അങ്ങനെ കൈ കാല് ശരീരം ഒന്നും, അവർ അത്ലറ്റ് ആണ്, അവർക്ക് അവര് പരിക്ക് പറ്റിയതിനു ശേഷം അവർ ബോഡി ഫുള്ള് തളർന്നു പോയതാണ്. അപ്പൊ അവരിങ്ങനെ കിടന്ന് കരയെ എന്തോ ചെയ്യുമ്പോഴത്തെ അവരുടെ കണ്ണുനീരും മൂക്കളയും എല്ലാം കൂടെ ഒഴുകി വായിലേക്ക് ഇറങ്ങി വന്ന് അപ്പൊ അവര് പറഞ്ഞു കിടന്നുകൊണ്ട്, കർത്താവേ, ഇങ്ങനൊരു അവസ്ഥ നിനക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം ഇതൊന്നും കൈ പൊക്കിയൊന്നും തുടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. കാണാച്ചത് ഇങ്ങനെ ഒഴിയെല്ലാം കൂടെ നമ്മൾ കരയൊക്കെ ചെയ്യുമ്പോൾ കണ്ണുനീര് മൂക്കളും എല്ലാം കൂടെ ഒലിച്ചിറങ്ങാല്ലേ. അപ്പൊ നമ്മളൊന്ന് പെട്ടെന്ന് തുടച്ചു മാറ്റും. എന്റെ വായിലേക്ക് ഇറങ്ങി. പക്ഷെ ഇവരുടെ വായിലേക്ക് അതിങ്ങനെ ഒലിച്ചിറങ്ങുക, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു, ഇത് നിനക്ക് ഇതിന്റെ സങ്കടം എത്ര മനസ്സിലാകത്തില്ല. അപ്പൊ യേശു പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, കാൽവരി ക്രൂശിലേക്ക് നോക്ക്. അവിടെ ഞാൻ കിടക്കുമ്പോഴും എൻ്റെ കൈയും കാലും എല്ലാം ആണികളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പം എൻ്റെ വെള്ളവും രക്തവും കണ്ണുനീരും മൂക്കളെല്ലാം കൂടെ ഒലിച്ചെന്റെ വായിലേക്ക് ഇറങ്ങി. അവിടെ എനിക്ക് എൻ്റെ ശരീരം അനക്കാനോ തുടയ്ക്കാനോ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഇത് അനുഭവിച്ചതാ. അതുകൊണ്ട് ഞാൻ അനുഭവിക്കാതെ അല്ല ഇത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവത്തിനൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്നത്, കർത്താവ് അങ്ങ് ദൈവമല്ലേ, ദൈവത്തിന് ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന നേരത്തെ കാര്യം, വലിയ പരീക്ഷ കഴിയുമ്പോൾ അത് യേശുപ്പച്ച വലിയ പരീക്ഷയൊക്കെ ജയിച്ച് അത് ദൈവമായിട്ടല്ലേ ജയിച്ചത്? നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ബലഹീനതകളില്ലേ. ഇതൊക്കെ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ അല്ല. നമ്മൾ പറയാറുണ്ട്, ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറയാറുണ്ട്. പക്ഷേ ഒന്നും മനസ്സിലാക്കും, ദൈവം കർത്താവ് യേശു ക്രിസ്തു സകല പീഡകളും സഹിച്ചത് ദൈവമായി നിന്നുകൊണ്ടല്ല, സാധാരണ മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ശരീരം എങ്ങനെ വേദനിക്കുന്നുവോ
അല്ല ഒരു മുറിവ് പറ്റി നമുക്ക് എങ്ങനെ നോവുന്നു അതുപോലെ തന്നെ വേദനിക്കുന്ന ശരീരം തന്നെയായിരുന്നു യേശപ്പച്ചന്. ഹല്ലേലൂയ. ഈ ചാട്ടവാറടി കൊള്ളുന്നതും മുൾക്കുരീരം തലയിൽ വെക്കുമ്പോഴും കാൽവരി ക്രൂശിൽ ഹാലേലിയ ആണികളാ തറയ്ക്കപ്പെടുമ്പോഴും എല്ലാം നമ്മുടെ പച്ച മാംസത്തിൽ ഹാലേലിയ ഇതൊക്കെ അനുഭവിച്ച് അങ്ങനെ തന്നെ അത് അനുഭവിച്ചത്. നിന്നയേറ്റത്, പരിഹാസമേറ്റത്, ഹാലേലിയ പല പ്രാവശ്യം അവർ ഉന്തിയിട്ട് കൊല്ലാൻ നോക്കുന്ന സമയത്തും കല്ലെറിയാൻ എടുക്കുന്ന സമയത്തും ഹാലേലിയ അങ്ങനെയുള്ള എല്ലാ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും യേശുപ്പച്ചൻ ദൈവമായിട്ട് നിന്നിട്ടല്ല അതൊക്കെ ഹാലേലിയ തരണം ചെയ്ത് സാക്ഷാൽ മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതന് നമ്മളെ കുറിച്ച് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. ഹാലേലിയ നമ്മുടെ ലാമിന്റേഷൻസ് 3-ാം അധ്യായത്തിൽ 32-31 വാക്യം വായിക്കും. ഞാൻ ഇന്നലെ പാതിരാത്രി കഥ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നലെ 1:15 എന്നൊന്ന് ഉറങ്ങിയപ്പോ ആ സമയത്തത് വിലാപങ്ങൾ 3-ാം അധ്യായം 22-23 അത് 32-33. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇത് ഞാൻ ഈ പറഞ്ഞ ജോണി എറിക്സിന്റെ ബയോഗ്രഫിക്കകത്തുള്ളൊരു കാണും. അവള് ദൈവത്തോട് ചോദിച്ചു, ഹാലേലിയ ഞാൻ ദൈവത്തെ അറിഞ്ഞായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നവളായിരുന്നല്ലോ, ഹാലേലിയ ഞാൻ ആരാധനയ്ക്ക് മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ, ഹാലേലിയ എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഹാലേലിയ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറിഞ്ഞ് വീണപ്പോൾ ഹാലേലിയ എന്തുകൊണ്ട് എന്റെ തല പോയി അടിച്ച് എന്റെ ശരീരം തളർന്നു പോകാൻ ഇടയായി. ദൈവം നീ എന്താ ദൂതന്മാരെ എന്നെ കരുതാഞ്ഞത്, നീ എന്റെ കരം എന്താ എന്നെ താങ്ങാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്തൊരു വചനമാണ്. ഹാലേലൂയ. അതവരുടെ ബയോഗ്രഫിക്കകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഹാലേലൂയ. അപ്പൊ അവളോട് ദൈവം കൊടുത്തൊരു വചനം. അപ്പൊ ദൈവം നമ്മളോടും ചിലപ്പോൾ നമ്മളൊക്കെ ചോദിക്കും, കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഉപവസിച്ചില്ലേ, ഞാൻ സഭാരാധന ഒന്നും മുടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധി നിൽക്കുന്നില്ലേ, ദൈവത്തിന് വേണ്ടി ഹാലേലൂയ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരിമിതിക്കുള്ളിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നിട്ട് എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളോടും പറയും, ഹാലേലൂയ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കെത്തണം അവന് കാരണമെന്ന്. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. മനസ്സോടെ അല്ലെങ്കിലും ചില അവസരങ്ങളിൽ ദൈവം നമ്മളെ ദുഃഖിപ്പിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കും. എന്തിനാ കാരണം വെച്ചാൽ ദൈവത്തെ നമ്മൾ അറിയേണ്ടത് പോലൊന്ന് അറിയുവാനായിട്ടാണ്, ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലാനായിട്ടാണ്, ദൈവമായിട്ട് നമ്മുടെ കമ്മ്യൂണിയൻ നമ്മുടെ ഫെലോഷിപ്പ് ഒക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കാനായിട്ട് സമയം ഉണ്ടാകത്തില്ല, ദൈവത്തിന് ഇരിക്കാനായിട്ട് സമയം ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മൾ പോയിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ആ സ്വസ്ഥതയിലേക്ക് കയറാൻ കഴിയില്ല. നമ്മൾ വഴി വെച്ചിട്ട് നശിച്ചു പോകും. അവരൊരു സത്വർത്തമാനം കേട്ടവരായിരുന്നു, അവരാ കേട്ടത് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിയവരായിരുന്നു. പക്ഷെ അവർക്ക് ഒരിക്കലും അവിടെ പറ്റിയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ യാത്രയിൽ അവർക്ക് കടന്നു വന്ന അവിശ്വാസം, അവരുടെ ഡിസൊബീഡിയൻസ്, ഇതെല്ലാം അവരെ അവിടേക്ക് എത്തിച്ചില്ല. അതുപോലെ നമ്മളും ഒരു സത്വർത്തമാനം കേട്ടവരാണ്, അതിനുവേണ്ടി ഇറങ്ങിയവരാണ്. പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കണമെന്നുള്ളതാണ്. നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിത്യതയോളം എത്തിക്കുക എന്നുള്ളതാണ് ദൈവാഗ്രഹം. അതുകൊണ്ട് ഇവിടുത്തെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ചില കംഫർട്ട് സോണൊക്കെ പൊളിയുമ്പോൾ നമ്മൾ അതിൽ സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കണം. കാരണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്തെന്ന് തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചില മാതാപിതാക്കൾ അവരെ ശാസിക്കും, ശിക്ഷിക്കും, ചിലപ്പോൾ നല്ല അടിയൊക്കെ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഇരുന്ന സമയം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം എന്താ, ഇവര് പഠിച്ചിട്ട് ഇവരെ കുറിച്ച് അവർ ഇന്നതായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. നല്ല കുഞ്ഞുങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുണ്ട്. എന്തിനാ വഴക്ക് പറയുന്നത്? അവരുടെ ഇഷ്ടം. ചില പറയോ എപ്പോ നോക്കിയാലും അമ്മ എന്നെ വഴക്ക് പറിച്ചിടാ ആന്റി എന്നൊക്കെ നമ്മൾ കാണാൻ പറയും. കാരണം എന്താ വെച്ചാൽ അമ്മ വഴക്ക് പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടക്കേടുണ്ടായോണ്ടല്ല, അമ്മയുടെ ഹൃദയത്തിൽ അവരെ കുറിച്ചൊരു ആഗ്രഹമുണ്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി. നമ്മുടെ ദൈവം ഇത് തന്നെയാണ്. നമ്മളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി വേദനയിൽ പ്രയാസങ്ങളുടെ ഒക്കെ കടത്തിവിടുന്നെങ്കിൽ നമ്മൾ കേട്ട വാക്തത്വം അഭിപ്രായം 4-1 വാക്യം ഒന്ന് വായിച്ച സിസ്റ്റർ.
അവന്റെ സ്വസ്ഥയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. അപ്പൊ നമുക്ക് ഹല്ലേലൂയ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോകുന്നെങ്കിൽ നമ്മൾ ഭയപ്പെടും. എന്താന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായ നമ്മളെ ഹല്ലേലൂയ അവന്റെ മഹാകരുണ നിമിത്തം കരുണാസമ്പന്ന ദൈവം ആ മഹാകരുണ നിമിത്തം നമ്മൾ ഉയർപ്പിച്ചു. മരിച്ചവരായിരുന്ന ഉയർപ്പിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. കൊലോസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കാനായിട്ടും സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തിരിക്കുക റെസ്റ്റിൽ ഇരിക്കാനായിട്ടും എല്ലാം ഉള്ളൊരു വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പം ക്രിസ്തുവിൽ നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു. പക്ഷേ ഇനി ക്രിസ്തുവിൽ മാത്രമല്ല നമ്മൾ പൂർണ്ണമായും സ്വർഗസ്ഥലം ഇരിക്കാനുള്ള ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ കിടപ്പുണ്ട്. അതിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ നേടിയിട്ട് ഭൂമിയിൽ ഹല്ലേലൂയ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടം എന്ത് പ്രയോജനം എന്ന് ദൈവം ചോദിച്ചേക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നഷ്ടം. അതിന് നമ്മൾ ഭയപ്പെടണം. അത് നമുക്ക് ഹല്ലേലൂയ അത് ലഭിക്കുന്നില്ല എന്ന് വരുമെന്ന് കണ്ടാൽ ഭയപ്പെടണം. എന്തൊക്കെയാണ് വേണ്ടാത്തത് അതെല്ലാം എടുത്ത് കളയണം. ഹല്ലേലൂയ. കളഞ്ഞിട്ട് ഹല്ലേലൂയ എനിക്ക് ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിനെ പോലെ ആകുവാൻ, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. അതായിരിക്കും നമ്മുടെ എല്ലാം ആഗ്രഹം. അപ്പൊ ചില കംഫർട്ട് സോണുകളൊക്കെ പൊളിയട്ടെ നമ്മുടെ ഹല്ലേലൂയ. ചില കഷ്ടതയിൽ കൂടെ വേദനയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകട്ടെ. അങ്ങനെ പോകുമ്പോഴും നമ്മൾ സങ്കടപ്പെടേണ്ട ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളെ വിളിച്ച വിളിയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ റെസ്റ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാണ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ ഉണ്ടാകേണ്ട ഒരു കാര്യം ഉറപ്പോടെ നമ്മളെ ദൈവം ഇരുത്തിയിരിക്കുന്ന ഇടത്ത് തന്നെ നമ്മൾ ഇരിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് നോക്കി ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ഇന്നലെ നമ്മുടെ വചനം പറഞ്ഞേ ദാവീദ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ ഗോലിയാത്തിന്റെ വലിപ്പമോ ഗോലിയാത്തിന്റെ ശക്തി ഒന്നും ദാവീദ് കണ്ടില്ല. ദാവീദ് ഗോലിയാത്തിനെ കണ്ടത് ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പല ഗോലിയാത്തും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കണ്ണിലൂടെ കാണുന്നുണ്ട്. അത് വലിയ വിഷയമായി വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ട ക്രിസ്തുവിലൂടെ നമ്മൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും വിഷയമേ അല്ല. നമ്മൾ ക്രിസ്തുവിലൂടെ അതിനെ കാണാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചില അസ്വാസ്ഥ്യങ്ങൾ വീട്ടിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മാനുഷ്യമായ കണ്ണുകൊണ്ട് കാണണ്ട ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ നമ്മൾ അതിനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും നമുക്കൊരു വിഷയമായിട്ട് തോന്നത്തേയില്ല. കാരണം ഇതിനെല്ലാം ജയിക്കാൻ നമുക്ക് കഴിയുമെന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വെളിപ്പാടൊന്നും മാറി നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറി നമ്മൾ ദൈവം നമ്മൾ ഇടത്തിരുന്നുകൊണ്ട് മുകളിലിരുന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കുന്ന താഴെ ഇരുന്നുകൊണ്ട് മോളോട്ട് നോക്കണ്ട മുകളിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് നോക്കിക്കണ്ടാൽ ഏത് വിഷയം നമ്മുടെ മുമ്പിൽ ചെറുതായിരിക്കും ആ വിഷയത്തിനെക്കാട്ടൊക്കെ വലുതായിരിക്കും നമ്മളുടെ ഉള്ളിലുള്ള ദൈവം അങ്ങനെ ദൈവം ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.